ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞു. ജൂൺ 4-നാണ് റിസൾട്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രവചനങ്ങളുടെയും ആകാംക്ഷയുടെയൊക്കെ കാലഘട്ടമാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഒരു പ്രവചന സിംഹം, 7-8 തിരഞ്ഞെടുപ്പുകൾ പ്രവചിച്ച് അതൊക്കെ ശരിയായതിൻ്റെ ക്രെഡിറ്റ് കൂടിയുള്ള റാഷിദ് CP ആണ്. റാഷിദ്, ഇത്തവണ വടകരയാണ് പ്രവചിച്ചത്. ആ പ്രവചനം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി. അത് UDF 48.5% മുതൽ 53.5% വരെ, LDF 40.5 മുതൽ 44% വരെ, BJP 6 മുതൽ 9.5% വരെ, 88,500 മുതൽ ഒരു 1-14 വരെ UDF സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പറയാനുള്ളത്, നിങ്ങൾ ഈ എന്നെ വിശേഷിപ്പിച്ച വിശേഷണത്തോടെ എനിക്ക് തീരെ യോജിപ്പില്ല. പ്രവചന സിംഹമോ പ്രവചന ജ്യോത്സ്യനോ അത്തരത്തിലൊന്നുമില്ല. നിങ്ങളിലൂടെ എല്ലാം വാർത്തകൾ കാണും, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, രാഷ്ട്രീയം, സോഷ്യൽ മീഡിയ, ഇതെല്ലാം വെച്ചിട്ട് എൻ്റെ ഒരു കണക്ക് കൂട്ടലാണ് ഇടുന്നത്. അതിനപ്പുറമുള്ള ഒരു പ്രയോഗത്തിനും പ്രസക്തിയില്ല. ഇതുവരെയുള്ള എല്ലാ പ്രവചനങ്ങളും ശരിയായിരുന്നു. പക്ഷെങ്കിൽ വ്യക്തിപരമായി എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട് വടകരയിലും ഇതേ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. അതിനപ്പുറം ഉള്ള ഇതൊരു ഈ വടകരയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ആകാംക്ഷ ഈ പ്രവചനത്തിൽ. നേരത്തെ പുതുപ്പള്ളിയിലൊക്കെ പ്രവചനം ഉണ്ടായിരുന്നു. പുതുപ്പള്ളിയൊക്കെ നമുക്കങ്ങനെ ഇപ്പോൾ UDFന് അപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്നൊന്നും അറിയാത്തൊരു സ്ഥലമാണ്. അങ്ങനെ അട്ടിമറികളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് പുതുപ്പള്ളിയൊക്കെ. പക്ഷേ വടകര അങ്ങനെയല്ല. വടകരയിൽ ശൈല ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള വളരെ കടുത്ത പോരാട്ടമാണ്. LDF ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവർക്ക് കേരളത്തിൽ കിട്ടാൻ പോകുന്ന ആദ്യത്തെ സീറ്റ് വടകരയായിരിക്കുന്നതാണ്. അപ്പോൾ വടകരയിൽ എന്താണ് ഇങ്ങനെ UDF അനുകൂലമായൊരു ട്രെൻഡാണെന്ന് കണക്കാക്കാനുള്ള കാര്യം? അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഒരു ഭരണവിരുദ്ധ വികാരം ഗ്രൗണ്ടിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനപ്പുറം ആ തരത്തിൽ കാഴ്ചപ്പാടില്ലാത്ത ആളുകളുണ്ടാവും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഭരണവിരുദ്ധ വികാരം ഒരു 7 വർഷത്തിനടുക്ക് പിണറായി വിജയൻ്റെ ഒരു ഭരണകാലഘട്ടത്തിൽ ഒരു നല്ല രീതിയിൽ ഇപ്പം അനുഭവപ്പെട്ടു തുടങ്ങുന്നു. അത് സത്യത്തിൽ പറയുകയെന്ന് വെച്ചാൽ അനുഭവപ്പെട്ട് തുടങ്ങിയത് നമ്മൾ അത് വോട്ടായിട്ട് വന്നത് പുതുപ്പള്ളി തൃക്കാക്കര തെരഞ്ഞെടുപ്പോട് കൂടി അത് പ്രകടമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ടാണ് 99 സീറ്റ്. അന്ന് സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 96 മുതൽ 104 വരെ സീറ്റിൽ പിണറായി സർക്കാർ വീണ്ടും വരുമെന്ന് പ്രവചിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇന്ന് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അതേപോലെ വടകരയിൽ ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ്. പാർട്ടി കോർ വോട്ട്, ബേസ് വോട്ടിനപ്പുറത്തേക്ക് വോട്ട് പിടിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ശൈല ടീച്ചർ എന്ന് പറയുന്നൊരു ഇമേജ് ഉണ്ടല്ലോ. മാത്രമല്ല അവിടെ ഈ വർഗീയത ഉൾപ്പെടെ, സൈബർ കാർഡുകൾ, വർഗീയ ധ്രുവീകരണം, ഇതൊക്കെ അവസാന ഘട്ടത്തിലേക്ക് വോട്ടിനെ സ്വാധീനിച്ചു എന്നാണ് LDF കണക്കാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശൈല ടീച്ചറുടെ പ്രതിച്ഛായ 1, 2 ഷാഫി പറമ്പിലാകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഗീയ ധ്രുവീകരണം, 3 അവിടുത്തെ ഈ ലാസ്റ്റ് വന്ന സൈബർ കാർഡുകൾ ഉൾപ്പെടെ, ഇതൊന്നും സ്വാധീനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ ഈ വർഗീയതയും ആ തരത്തിലുള്ള ഡീപ്പ് രാഷ്ട്രീയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്ക് അതിലോട്ട് താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജനങ്ങൾ കൃത്യമായി അളന്ന് തൂക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അളന്ന് തൂക്കുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ബോധ്യമാണ്. അപ്പോൾ ഏത് കാർഡ് ആരൊക്കെ എന്തൊക്കെ സൈബർ സ്പേസിൽ അലങ്കോലമാക്കിയാലോ ജനങ്ങൾ വിശ്വസിക്കേണ്ട കൃത്യമായ ഫിൽറ്ററിങ് ജനങ്ങൾ നടത്തുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും. ഇപ്പോൾ ആര് എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്കറിയാം എവിടെ എന്താണ് ഇതിൻ്റെ ഫാക്റ്റ് എന്നുള്ളത്. അവിടെ അവർ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നത് ഒരു വലിയ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ ഷാഫിക്ക് ഭരണവിരുദ്ധ വികാരം ഒരു ഫാക്ടറായി മാറുമെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ശൈല ടീച്ചർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഒരു മുഖമായിരുന്നു. അവർ ആരോഗ്യമന്ത്രിയായിരുന്നു. അപ്പോൾ നിപ്പ, കൊറോണ, ഇനിയിപ്പോൾ ആദ്യം ഒന്നും വരാൻ പറയാം. അതിൻ്റെ ഒരു എഫക്റ്റ് ഈ അമ്മമാർക്ക് ശൈല ടീച്ചറോട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ബഹുമാനം ശൈല ടീച്ചറോട് അമ്മമാർക്കില്ല, കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടായിരുന്നു. വലിയൊരു രീതിയിലുള്ള ഒരു ടീച്ചറോട് അനുകമ്പ തോന്നി, വലിയ രീതിയിലൊരു ആരാധന തോന്നിയ ഒരു ലെവലിലേക്ക് ടീച്ചർ വളർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വളർച്ചയിലാണ് നമ്മൾ മട്ടന്നൂരിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷത്തിൽ ടീച്ചർ ജയിച്ചു വരുന്നത്. പിന്നീടുണ്ടായ ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഇടിയുണ്ടായിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ പിന്നീട് ആ ടീച്ചർ 2 വർഷം 3 വർഷം നമ്മൾ ഒരു സാധാ MLA ആയി മാറി. പിന്നീടാണ് ടീച്ചർ വടകര ലാൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ടീച്ചർക്കൊരു എൻ്റെ ഒരു അനാലിസിസിൽ ഗ്രാഫിലൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം ടീച്ചറമ്മ ഇമേജ് പൂർണ്ണമായിട്ടും അവിടെ കിട്ടിയിട്ടില്ല. ടീച്ചറമ്മ ഇമേജ് പാർട്ടി സർക്കിളിനപ്പുറത്തേക്ക് പോയില്ല എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോഴുള്ളൊരു ആളുകൾ എന്നുള്ളൊരു പൾസിൽ ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. ബാക്കിയെല്ലാം തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. ഭരണവിരുദ്ധ വികാരം മാത്രമാണോ ഷാഫിക്ക് അനുകൂലമായിട്ട് മാറിയെന്ന് കണക്കാക്കുന്നത്? ഷാഫിക്ക് വലിയ രീതിയിലൊരു വൈബ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷാഫി എന്നുള്ളൊരു സ്ഥാനാർത്ഥി എടുക്കുമ്പോൾ പാലക്കാട് എന്നുള്ള ആ യാത്ര നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പോകുമ്പോൾ നമ്മൾ ഇതുപോലൊരു കണ്ടത് കുട്ടികളിൽ സ്കൂളിൽ നിന്ന് ടീച്ചർമാരെ കെട്ടിപ്പിടിക്കുന്നതാണ്. അതുപോലെ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് സ്വീകാര്യത കിട്ടുമ്പോൾ നമ്മൾ ന്യൂട്രലായിട്ട് നോക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനും ഒരു നിരീക്ഷിക്കുന്ന ആളുകൾക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടെന്നൊന്നും അതിനൊരു വിവക്ഷ ഇല്ല. പക്ഷേ അങ്ങനെയുള്ളൊരു വരവ് വരുമ്പോൾ പ്രത്യേകിച്ച് യുവ
ഒരു ജനപ്രതിനിധി കൂടി വരുമ്പോൾ ഒരു വലിയ വൈബ് പ്രത്യേകിച്ച് വടകര ഉണ്ടായിട്ടുണ്ട്. അത് ആ ലാൻഡ് കേവലം യുവാക്കൾക്കിടയിൽ ഒതുങ്ങി എന്നുള്ളതാണ് LDFിൻ്റെ കണക്കാക്കൽ. ഒരു 40 വയസ്സിന് താഴേക്കുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ന്യൂ ജനറേഷൻ സോഷ്യൽ മീഡിയ തരംഗത്തിൽ വീഴാൻ പോകുന്നത്. വീക്ഷണത്തോടെ എനിക്ക് യോജിപ്പില്ല. അത് അമ്മമാരെല്ലാം കെട്ടിപ്പിടിക്കും, പ്രായം 80-90 വയസ്സുള്ള അമ്മമാരെല്ലാം കെട്ടിപ്പിടിക്കുന്നു, അവർക്കെല്ലാം വലിയ പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ വൈബ് ഉണ്ടാക്കി എന്ന് പറയണ്ടല്ലോ, ഈ വൈബിൽ വീണ് പോകുന്നവർ ശരിക്കും പറഞ്ഞാൽ 40 വയസ്സിന് താഴെയുള്ളവരായിരിക്കില്ലേ? അതില്ല. ഞാൻ ഗ്രൗണ്ടിലും ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ പ്രായമായ പത്രം ചെറിയ രീതിയിൽ, നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കിനെ പറ്റി അറിയാൻ കൂടി താല്പര്യം ഉണ്ടാവും. ചെറിയ രീതിയിൽ പത്രം ചെറിയ രീതിയിൽ വായിക്കുന്ന അമ്മമാർ പോലും ചോദിക്കുന്ന ഈ ഒരാൾക്ക് എത്ര വയസ്സാന്ന് പറഞ്ഞ അമ്മമാർ എൻ്റെ കൂടെ ഉണ്ട്. ഈ പുള്ളിക്ക് ഇത്ര വയസ്സുള്ള ഒരാളാണ്, നല്ല മോനാണല്ലോ എന്ന് ആ പ്രയോഗിക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. പിന്നെ ഈ ഷാഫി പറമ്പിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എൻ്റെ ഒരു തോന്നൽ, ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ രീതിയിൽ ഒരു സൈബർ ഇടങ്ങളിൽ പ്രചരണം നടത്തി മറ്റൊരു സ്ഥാനാർത്ഥി ഒരു 5-10 സ്ഥാനാർത്ഥികൾ ഉൾപ്പെടേണ്ട ഒരാളാണ്. അത്രത്തോളം ഈ ഷാഫി പറമ്പിൻ്റെ ഈ പ്രചരണം ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ആളുകൾ അഡിക്റ്റാണ് ഇതിൻ്റെ ഈ റീൽസും ഈ സംഭവങ്ങളുമായിട്ട്. ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ഫിലിം റിലീസായ ഒരു വിജയ് പടം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് പുതിയൊരു പുത്തനാനുഭവം. ആളുകൾ ആഘോഷം. റാഷിദ് ആ മണ്ഡലത്തിലൊരു വോട്ടർ കൂടിയാണ്. ആ മണ്ഡലത്തിലൊരു വോട്ടറും കൂടിയാണ്. അതെ. അതിനോട് ഇല്ല, ഞാൻ ഈ കാര്യത്തിൽ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ട് അങ്ങനെ ഒരു റിസൾട്ട് ഇട്ടാൽ എൻ്റെ ശരിയാവില്ല. ഞാൻ എൻ്റെ ഗ്രാഫിൽ നോക്കിയാൽ എല്ലാ പാർട്ടികളുണ്ട്. കോൺഗ്രസിൻ്റെ ഉണ്ട്, BJPൻ്റെ വലിയ വിജയങ്ങളുണ്ട്, CPMൻ്റെ പിണറായി രണ്ടാമതുണ്ട്. ആ തരത്തിൽ സ്വാധീനിക്കുന്ന ഒരു ഏർപ്പാടില്ല. നമ്മളിതെല്ലാം കാണും, നിങ്ങളെ പോലെ കാണും. ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ഇത് മനസ്സിലാക്കാനുണ്ട്. അത് പൊതുവേ നമ്മളിപ്പം കോൺടാക്ട് വേണ്ട, സോഷ്യൽ മീഡിയയിൽ കിട്ടും. ഇപ്പോൾ ഏതൊരു സ്ഥലത്തിന് ഇപ്പം ഇതുവരെ ഡൽഹി, ഞാൻ സത്യത്തിൽ ഡൽഹി പോകാത്ത ഒരാളാണ്. പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഡൽഹി ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ ഓവർ കോൺഫിഡൻസ് ആണെന്നുള്ള തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങളും തെറ്റിദ്ധരിക്കേണ്ട, കാണുന്ന പ്രേക്ഷകരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ ആ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ ഫോളോ ചെയ്യും. അവിടെ പരമാവധി മാധ്യമങ്ങൾ, അവിടെയുള്ള മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ഞാൻ പ്രൊഫൈലിൽ പോയിട്ട് എന്താക്കും അത് ഫോളോ ചെയ്യും. അപ്പോൾ എനിക്ക് പരമാവധി ഞാൻ ഏതൊക്കെ തരത്തിൽ എത്താൻ പറ്റുമോ ആ തരത്തിലൊക്കെ എത്താൻ ശ്രമിക്കും. തവണ വടകര മാത്രമാണോ പ്രവചിക്കുന്നത്? മറ്റ് മണ്ഡലം, ഇപ്പോൾ കേരളത്തിൽ ആകാംക്ഷയുള്ള ധാരാളം മണ്ഡലമുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ ഒക്കെ നല്ല എല്ലാ മണ്ഡലവും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രവചിക്കുന്നില്ല. ചിലപ്പോൾ പക്ഷേ ഞാൻ ഒന്നും കൂടി ഒന്ന് പഠിക്കണം. ഇപ്പോൾ വ്യക്തിപരമായ കുറേ കാര്യങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ മൊത്തത്തിൽ കേരളത്തിൽ എത്ര സീറ്റ് എന്നുള്ളതും കൂടി ഈ പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൃത്യമായ ഡാറ്റാസ് ഇല്ല. ഞാൻ ഒന്നും കൂടി ഒന്ന് സ്റ്റഡി. ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ? കഴിഞ്ഞൊരു 7 തെരഞ്ഞെടുപ്പുകളുണ്ട്. എനിക്കൊന്ന് പുതുപ്പള്ളി, തൃക്കാക്കര, അതുപോലെ ലാസ്റ്റ് 2ാം പിണറായി സർക്കാർ. ഏതൊക്കെ തെരഞ്ഞെടുപ്പുകൾ പ്രവചിച്ചു? ആദ്യം ഫസ്റ്റ് എടുത്തത് ഡൽഹി തെരഞ്ഞെടുപ്പായിരുന്നു. കെജ്രിവാൾ രണ്ടാമത് വന്നത്. അത് ഏറ്റവും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 70 സീറ്റിൽ 63-7 ആ കോൺഗ്രസിന് സീറ്റില്ല എന്നുള്ളത്. പിന്നീട് വന്നത് പിണറായി സർക്കാർ, കൃത്യമായിട്ട് ഓർമ്മയില്ല. പിണറായി സർക്കാരിൻ്റെ രണ്ടാമത് വന്ന് പിന്നെ വന്നത് തൃക്കാക്കരയായിരുന്നു, പുതുപ്പള്ളിയായിരുന്നു. അതിൽ പുതുപ്പള്ളിയിൽ ആദ്യഘട്ടത്തിൽ ഞാൻ സീറ്റായിരുന്നു പറഞ്ഞത്. സ്റ്റേറ്റ് വൈസിലും വരുമ്പോൾ ചിലതെല്ലാം സീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റ് കൃത്യമായി പിന്നീട് പെർസെൻറ്റേജും സീറ്റും പറഞ്ഞിട്ടുണ്ട്, അതും കൃത്യമുണ്ടായിരുന്നു. പുതുപ്പള്ളി, തൃക്കാക്കര, പിന്നീട് വന്ന കുറേ തെരഞ്ഞെടുപ്പുകൾ, കർണാടക ഇലക്ഷൻ. അതോടുകൂടിയിട്ടാണ് കുറച്ച് നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി എനിക്ക് അവസരങ്ങൾ കിട്ടിയത് ജനങ്ങളിലേക്ക് പറയാനോ. പൊളിറ്റിക്സിൽ ഇങ്ങനെ ഒരു താല്പര്യം, ഒരു ജനാധിപത്യ ബോധമുള്ള പൗരൻ എന്നതിനപ്പുറത്ത് എന്തെങ്കിലും താല്പര്യമുണ്ട്? ഇല്ല, സെക്കുലർ രാഷ്ട്രീയത്തോട് നല്ല താല്പര്യമുണ്ട്. അതിൽ കൃത്യമായി അതാത് കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ശരിബോധ്യങ്ങളോടൊപ്പം വോട്ടും ചെയ്തിട്ടുണ്ട്, അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്സിൽ നേരത്തെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ഇല്ല, പിന്നെ ചരിത്രമില്ല എനിക്ക്. ഈ പൊളിറ്റിക്സിൽ വേറെ ഈ ഇങ്ങനെ താല്പര്യം തോന്നാനുള്ള കാരണം എന്താ? ശരിക്കും ചെറുപ്പത്തിലെ പത്രവായനയിൽ വലിയൊരു രീതിയിൽ അന്നത്തെ കാലത്ത് പത്രമായിരുന്നു. പിന്നീട് ചാനലുകൾ വന്ന്, പിന്നെ ഒരർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരും മാധ്യമ മേഖലയോട് ഒരു ആരാധന തോന്നുന്ന, ഞാൻ ആ മേഖലയിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണ്. എന്താ ചെയ്യുന്നത്? റാഷിദ് പ്രവാസിയാണ്, ഖത്തറിൽ ബിസിനസ്. എന്താണ് ജോലി അവിടെ? സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഇലക്ഷൻ ആകുമ്പോൾ നാട്ടിലേക്ക് വരും? അങ്ങനെയൊന്നുമില്ല, നാട്ടിൽ വരും. പിന്നെ പൊതുവേ ഇലക്ഷൻ ആകുമ്പോൾ എങ്ങനെ നാട്ടിൽ ഉണ്ടാകലുണ്ട്. നോക്കി വരാൻ കുറച്ചായിട്ട് അങ്ങോട്ട് അപൂർവമായിട്ട് പോകുള്ളൂ. ഇവിടെ തന്നെ ഉണ്ടാകലുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ ഇങ്ങനെ ഈ ഇലക്ഷന് വടകരയിലൊരു വൈബ് അറിയാൻ വേണ്ടി സഞ്ചരിച്ചിരുന്നു? വടകര നമ്മളപ്പോൾ സഞ്ചരിക്കുന്ന പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഇടങ്ങളാണല്ലോ, നമ്മളിപ്പോൾ കാണും, ആൾക്കാരൊക്കെ കാണും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ സോഷ്യൽ മീഡിയ, ഇന്നൊക്കെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ വടകരയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തോ ഭയങ്കരമായ എന്താ വിഭാഗീയത ഉണ്ട് എന്നുള്ള അത് ആ തരത്തിലൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാനിപ്പോൾ അത് ഇവിടെ കയറിയപ്പോൾ ഞാൻ കണ്ട്. അപ്പോൾ നമ്മൾ വടകരയിൽ നോക്കുമ്പോൾ
ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ കാണുന്ന രീതിയിലൊന്നുമില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചില്ല, ഞാൻ വോട്ട് കഴിഞ്ഞപ്പോൾ വോട്ടിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ രാത്രിയിൽ ഇങ്ങനെ ബൂത്തിൻ്റെ പോകുമ്പോൾ ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരന് കയറ് കെട്ടി ബോർഡ് കെട്ടിയതിൻ്റെ കയറ് മറ്റൊരു കൊടുത്തിട്ട് അതും കെട്ടിയിട്ട് ഒരുമിച്ച് പോകുന്ന CPM-മാരനും BJP-കാരനും എല്ലാവരും ഉള്ള ഒരു നാടാണ്. പിന്നെ പഴയകാല ചരിത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ആ നാടിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇന്ന് സുഗമമായി ജീവിച്ചു പോകുന്നൊരു നാടാണ്. ആരും അതിലേക്ക് വലിയ രീതിയിൽ ആകുലതപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് രാഷ്ട്രീയമാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ നിൽക്കും. CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ നാടിനെ പറ്റി. ജൂൺ 4 നമുക്ക് വടകരയുടെ റിസൾട്ട് മാത്രമല്ല, ഇനിയിപ്പം വരാൻ പോകുന്ന ഈ 20 മണ്ഡലം പറയുന്നതാണ് പറഞ്ഞത് അല്ലേ? നോക്കട്ടെ മൊത്തത്തിലുള്ള സീറ്റിൻ്റെ എത്രത്തോളം UDF LDF എന്നുള്ള ഒരു രീതിയിൽ ആകാംക്ഷയുള്ള ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. ജൂൺ 4 ആവാൻ കാത്തിരിക്കുന്ന തൃശ്ശൂർ പോലുള്ള, തിരുവനന്തപുരം പോലുള്ള, അതൊക്കെ ഒന്ന് പഠിച്ച് പറയണം. ഓക്കെ, താങ്ക് യു.